മണിപ്പൂരിൽ തുടരുന്ന വംശീയ കലാപം അവസാനിപ്പിക്കാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കുത്തിയിരിപ്പ് സമരവുമായി ഇന്ത്യ മുന്നണി. ദില്ലി ജന്തർ മന്ദിറിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ ഇന്ത്യ മുന്നണിയിലെ വിവിധ പാർട്ടി നേതാക്കൾ പങ്കെടുത്തു. 1.5 വർഷക്കാലമായിട്ടും മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടുവെന്നും സംസ്ഥാനത്തെ രണ്ടായി വിഭജിക്കാനാണ് BJP ശ്രമമെന്നും CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് വിമർശിച്ചു. മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമായി തുടർന്നിട്ടും കേന്ദ്ര സർക്കാർ മൗനം തുടരുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യ മുന്നണി ജന്തർ മന്ദിറിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചത്. മണിപ്പൂരിൽ നിന്നുൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യ പാർട്ടി നേതാക്കൾ പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധത്തിൽ അണിനിരന്നു. BJPയുടെ ഇരട്ട എഞ്ചിൻ സർക്കാർ മണിപ്പൂരിൽ അക്രമത്തിന് ആഹ്വാനം ചെയ്യുകയാണെന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്തതിനെയും ഇന്ത്യ മുന്നണി ചോദ്യം ചെയ്തു. 1.5 വർഷത്തിനിടെ നിരവധി സ്ത്രീകളും കുട്ടികളും അക്രമത്തിനിരയാവുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അതേസമയം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും വംശീയ കലാപം ആളിക്കത്തിക്കുകയാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു. മണിപ്പൂരിൽ കലാപം അവസാനിപ്പിക്കുന്നതിനു പകരം സംസ്ഥാനത്തെ വിഭജിക്കുകയാണെന്ന CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാണിച്ചു. The reason we have come to this protest from Manipur, all the India bloc parties have come, is because for the 19 months now, the central government has refused to intervene and get a political solution or settlement to the problem. That is why the situation continues as it is, and Manipur is a divided state now. മണിപ്പൂരിലെ ഇന്ത്യ സഖ്യത്തിന്റെ കൺവീനറും മണിപ്പൂർ CPIM സംസ്ഥാന സെക്രട്ടറിയുമായ ക്ഷത്രിമായും സാൻഡ, CPI ജനറൽ സെക്രട്ടറി D രാജ, അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ, കോൺഗ്രസ് MPമാർ തുടങ്ങി നിരവധി പേർ പ്രതിഷേധത്തിന്റെ ഭാഗമായി. അതിനിടെ മണിപ്പൂർ കലാപത്തിൽ കത്തിച്ചതും കൊള്ളയടിക്കപ്പെട്ടതുമായ സ്വത്തുക്കളുടെ സ്ഥിതിവിവര കണക്ക് ഹാജരാക്കാൻ മണിപ്പൂർ സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. സ്വത്തുക്കളുടെ എല്ലാ വിശദാംശങ്ങളും മുദ്രവച്ച കവറിൽ ലഭ്യമാക്കണമെന്ന് സംസ്ഥാനത്തിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറലിനോട് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടങ്ങുന്ന ബെഞ്ച് നിർദ്ദേശിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.